ഹലോ ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ ഷാമി കബാബ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതാക്കില്ല കോഴിയെടുത്തിന് ബോൺലെസ് ഞാൻ ഇതേമാതിരി എണ്ണയിൽ കഴിക്കാനിട്ടിന് 250 ഗ്രാംസില്ലേ ഇത് കടലൻ്റെ വേള അതെടുത്തിന് അതിന് 1 മണിക്കൂർ ഞാൻ പുതിർത്തിട്ട് വെച്ചിന്. അതിന് ഇതേ കുക്കർക്ക് ഇട്ടിട്ടില്ലേ, പിന്നെ കടലനെ ഹൈറ്റില്ലേ ഇതേമാതിരി കുക്കർക്ക് ഇടണം കടലൻ്റെ വേള. പിന്നെ എനിക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കൊടുക്കണം. 1/2 സ്പൂണില്ലേ മഞ്ഞൾപ്പൊടി ഇടണം. 1 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് ഇല്ലേ മുളക് പൊടി ഇടണം. 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മല്ലിപ്പൊടി. അത്ര ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടില്ലേ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. പിന്നെ കുക്കറിന് ഇട്ടിട്ട് മൂടിട്ടിട്ട് 3-4 വിസിലോളം വെക്കണം. പിന്നെ നമുക്ക് കോയും വെന്ത് കിട്ടിന് അതിനില്ല മിക്സിയിലിട്ടിട്ട് പൊടിച്ചിടുക. നന്ന പൊടിയാകാൻ പാടില്ല, ഇതേമാതിരി പൊടിയാക്കിയിട്ട് എടുക്കണം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും 1 സ്പൂണ് കുരുമുളക് പൊടി ഇതേമാതിരി ഇട്ടിട്ട് ഒരു സൈഡിൽ വെക്കണം. പിന്നെ ഇത് നോക്കാമല്ലോ ദാൾ വെന്ത് കിട്ടീന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. ഇതേമാതിരി മിക്സി കെട്ടി കോഴി പൊടിച്ച മിക്സിയിൽ തന്നെ ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിനൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കോഴിനെയും ദാളിനെയും. ഇതേമാതിരി ഇതിനെല്ലാം ഇതേമാതിരി പൊടിച്ചിട്ട് എടുക്കണം. പിന്നെ കൊത്തിമീറി ഇല്ലേ മല്ലി ചെറുങ്ങനെ മുറിച്ചിട്ട് അതിനിടണം മല്ലി കൊത്തിമീറി. പിന്നെ ഈ രണ്ടിനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടില്ലേ കബാബിനെ കയ്യിൽ പരത്തിയിട്ട് എടുക്കുന്നത് അതേമാതിരി പരത്തിയിട്ട് എടുത്ത് 2 മുട്ട എടുത്തിന്. മുട്ടനെ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒടിച്ചിട്ട് എടുത്തിന്. പിന്നെ മുട്ടൊക്കെ മുക്കിയിട്ട് ഇതേമാതിരി ഫ്രൈ പാനിലേക്ക് ഇട്ടെടുക്കണം. വലിയ പാനിലേക്ക് ഇട്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇതേമാതിരി ഒരു സൈഡ് കായുമ്പോൾ പിന്നെ ഒരു സൈഡ് മറിച്ചിട്ടിടണം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ പിന്നെ ഒരു സൈഡിലേക്ക് നോക്കല് ഇതേമാതിരി.